ചേച്ചി അഭിനന്ദനങ്ങൾ. ചേച്ചിക്ക് അവാർഡ് കിട്ടിയെന്നൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു. എന്താണ് സംഭവം? അപ്പൊ അതറിഞ്ഞൂല്ലേ? അതെന്താന്ന് വെച്ചാല് 2025 പബ്ലിക് ഹെൽത്ത് നഴ്സസ് വിഭാഗത്തില് എറണാകുളം ജില്ലയിലെ ബെസ്റ്റ് നഴ്സായിട്ട് എന്നെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. പിന്നെ വീട്ടിലെല്ലാവർക്കും ഇപ്പൊ സന്തോഷമല്ലേ? തീർച്ചയായിട്ടും. ചേട്ടൻ എന്ത് പറഞ്ഞു? ചേട്ടനാണ് ഏറ്റവും ഹാപ്പി. കാരണം അവർക്കൊക്കെ എപ്പോഴും ഇങ്ങനെ ഓരോരോ പുരസ്കാരങ്ങൾ കിട്ടുന്നതാണ്. നമുക്കൊന്നും കിട്ടണില്ല. കിട്ടിയപ്പോ ആളാണ് സത്യത്തില് ഹാപ്പി. എത്ര വർഷമായി ചേച്ചി ഫീൽഡിൽ വന്നിട്ട്? ഞാൻ എന്റെ സർവീസ് തുടങ്ങുന്ന 1992 ഏകദേശം ഒരു 33 വർഷമായിട്ട് ഞാൻ ഈ ഫീൽഡിലുണ്ട്. ചേച്ചി ഈ നേഴ്സിംഗും പബ്ലിക് നേഴ്സിംഗും തമ്മിൽ വ്യത്യാസം എന്താണ്? ശരിയാണ് ഷിജില ചോദിച്ചത്. നമുക്കതൊന്നും അറിയില്ല. നേഴ്സ് അങ്ങനെ കേട്ടിട്ടുള്ളൂ നമ്മള്. പക്ഷെ ഈ പബ്ലിക് നേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ചേച്ചിയുടെ അവാർഡ് കിട്ടിയപ്പോ തന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് തന്നെ അത് എന്താന്ന് പറയുന്നത്. അത് ശരിയാ, പലർക്കും അങ്ങനെ ഒരു അറിയില്ലായ്മയുണ്ട്. എന്നുവെച്ചാൽ രണ്ടും നഴ്സിംഗ് തന്നെയാണ്. അത് നമുക്കിപ്പോ ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങൾ എന്ന് പറയുന്നത് പോലെ പ്രവർത്തിക്കുന്ന രണ്ട് വിഭാഗങ്ങളാണിത്. അതിന് എത്ര പ്രാധാന്യമാണ്, രണ്ടു വശത്തിനും ഒരേപോലെ പ്രാധാന്യം. ഒരു സൈഡ് എന്ന് വെച്ചാൽ പ്രതിരോധമാണ്, ആ മേഖലയാണ് എൻ്റെത്. ആ പ്രതിരോധ രംഗവും പിന്നെ ക്യൂറേറ്റീവ് സെഷനും കൂടെ ആകുമ്പോഴും രോഗം വന്നാൽ അതിനെ ചികിത്സിക്കുക, ഒന്ന് രോഗം വരാതിരിക്കുക. അപ്പൊ ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് ആ ആരോഗ്യം എന്ന് പറയുന്ന കോൺസെപ്റ്റ് പിന്നെ പൂർണ്ണതയിലെത്തുക. അതാണ് പബ്ലിക് ഹെൽത്തും മറ്റ് നഴ്സിംഗ് വിഭാഗവും തമ്മിലുള്ള വ്യത്യാസം. ഭാഗ്യവശാൽ ഞാൻ പൊതുജനാരോഗ്യ പ്രവർത്തകയാണ്, അതിലെ നഴ്സാണ്. എവിടെയായിരുന്നു ചേച്ചി ഇപ്പൊ വർക്ക് ചെയ്തത്? ഞാനിപ്പോൾ ലാസ്റ്റ് വർക്ക് ചെയ്തത് നമ്മുടെ താലൂക്ക് ഹെഡ് ക്വാർട്ടേഴ്സ് ഫോർട്ട് കൊച്ചിയിലാണ്. അതിനു മുമ്പൊക്കെ എവിടെയൊക്കെയായിരുന്നു? ഞാൻ ആക്ച്വലി 92 സർവീസിൽ കയറുന്നത് നമ്മുടെ അപ്പോഴാണ് ഞാൻ എറണാകുളം ജില്ലയിലേക്ക് വരുന്നത്. വരാപ്പുഴ ഹെൽത്ത് സെൻ്ററിലാണ്. വരാപ്പുഴ പ്രാഥമികാരോഗ്യ കേന്ദ്രമുണ്ട്, അതിലാണ് ഞാൻ ഫസ്റ്റ് ജോയിൻ ചെയ്യുന്നത്. അവിടെ നിന്നാണ് എൻ്റെ ഈ ഒരു ആരോഗ്യ പ്രവർത്തനരംഗം ആരംഭിക്കുന്നത്. എനിക്കൊരു നഴ്സിംഗിന്റെ ഒരു സംഭവം ഉണ്ട്. കാര്യം എൻ്റെ അച്ഛൻ വെരി ഗുഡ്. അപ്പൊ ചെറുതിലെ കണ്ട് കേട്ട് ഞങ്ങളുടെ ഒരു പരിഭ്രമവും ചേച്ചിയുടെ നാട് എവിടെയാണ്? എന്റെ നാട് ശരിക്കും പറഞ്ഞ ഒരു ഭയങ്കര കുഗ്രാമമാണ്. അല്ല, ഇപ്പൊ പള്ളുരുത്തിലേക്ക് വന്നത് ചേട്ടനെ കല്യാണം കഴിച്ചു? അതെ അതെ, പള്ളുരുത്തിക്കാരി ആയതാണ്. ഷിജില പള്ളുരുത്തിക്കാരി. ഷിജിലക്ക് വലിയ കഥകളൊന്നുമില്ല, പക്ഷെ ഞാൻ പള്ളുരുത്തിൽ എത്താൻ ഒരുപാട് കഥകളുണ്ട്. നമുക്ക് പിന്നീട് പറയാം. എന്നാലും ചെറിയ തോതിൽ എന്തെങ്കിലും ലവ് മാരേജ് ആയിരുന്നു? അതെ, തീർച്ചയായിട്ടും ലവ് മാരേജ് ആയിരുന്നു. ചേട്ടനെ കിട്ടിയപ്പോഴാണ് ശരിക്കും പള്ളുരുത്തിക്കാരിയായത്. പക്ഷെ എറണാകുളത്തേക്കുള്ള എൻ്റെ ബന്ധം വരുന്നത് ഞാൻ തൊഴിലിന്റെ ബേസിൽ എൻ്റെ ജോലി സംബന്ധമായിട്ട് ഞാൻ 92 എറണാകുളത്തേക്ക് ചേക്കേറിയ വലിയൊരു നഗരത്തിലേക്ക് വരുന്നതും ആദ്യമായിട്ടാണ് നിങ്ങളുടെ നഗരക്കാഴ്ചകൾ കാണുന്നതും. അങ്ങനെ ചേട്ടനിലൂടെ പള്ളുരുത്തിക്കാരിയായി. അതെല്ലാം ഒരു കുഗ്രാമ നാടൻ പെണ്ണായിട്ടായിരുന്നല്ലേ ചേച്ചിനെ? ഞാൻ എനിക്കൊന്നാണ് കല്യാണം കഴിച്ച് ചേട്ടനെ എനിക്ക് നേരത്തെ അറിയാം. കാര്യം കൊച്ചിലെ തൊട്ട് എൻ്റെ അച്ഛൻ്റെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ. അപ്പൊ നേരത്തെ തൊട്ട് അറിയാം. പക്ഷെ ചേച്ചിനെ കണ്ടത് കല്യാണം കഴിഞ്ഞാണ്. അപ്പൊ കണ്ടേക്കണ ചേച്ചി എന്ന് പറഞ്ഞാല് ഒരു എന്താ പറയാ, എണ്ണയൊക്കെ തേച്ച് കൊറേ സിന്ദൂരൊക്കെ ഇട്ട് ഭയങ്കര ഒരു നാടൻ ലുക്കായിരുന്നു. ഇപ്പൊ ചേച്ചി അടിപൊളി മോഡൽ ലുക്കായി. എന്താണ് ചേട്ടനെ കല്യാണം കഴിച്ചോണ്ടാണ്? ചേട്ടനെ കല്യാണം കഴിച്ചതിനേക്കാൾ കൂടുതൽ നമ്മള് ഗ്രാമത്തിൽ നിന്ന് ടൗണിലേക്ക് നഗരത്തിലേക്ക് പറിച്ചു നടുമ്പം നഗരത്തിൻ്റെതായ ആശ്വാസമൊക്കെ നമുക്ക് വേണ്ടേ. പിന്നെ ചേട്ടൻ സിനിമാ രംഗത്തേക്ക് വന്നപ്പോൾ അതൊക്കെ ഉണ്ട്, നമ്മൾ കുറച്ച് ഭ്രമിച്ച് ഇങ്ങനെയൊക്കെ ആയതാണ്. ഷിജില സിനിമക്കാരൻ്റെ ആളാണെങ്കിൽ ഒരു മാറ്റവും ഇല്ല, നല്ല നാടൻ. അത് ഒരുപാട് സൗന്ദര്യമായി പോയതുകൊണ്ടായിരിക്കും. ആരോഗ്യരംഗവും ഈ ചേട്ടൻ കലാകാരനാണല്ലോ, അപ്പൊ ഇത് തമ്മിൽ എങ്ങനെയാണ് പോണത്? അത് എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ ശരിക്കും ഒരു നഴ്സിംഗ് അങ്ങനെ ഒരു സേവന മനസ്ഥിതി നടക്കുന്ന ആള്, ചേട്ടനാണെങ്കിൽ വലിയ കലാകാരൻ, ഇങ്ങനെയാണ് ചേച്ചി ഇതിങ്ങനെ മിക്സപ്പ് ആയത്. ശരിക്കും പറഞ്ഞാല് എന്റെ ഉള്ളിലൊരു കലാകാരി ഉണ്ട്. എനിക്ക് ആടാനോ പാടാനോ ഒരു കലാവിരുതും ഇല്ല. പക്ഷേ എനിക്ക് ഇതെല്ലാം ഭയങ്കര പ്രിയപ്പെട്ടതാ. പ്രത്യേകിച്ചും ചേട്ടന്റെ പാട്ടിൽ വീണതാണ്. പണ്ട് തുടങ്ങിയ പാട്ടുകൾ എനിക്ക് അത് ഏത് തരത്തിലുള്ള പാട്ടാണ്. ഞങ്ങൾ ഈ ഗ്രാമപ്രദേശത്ത് നിന്നൊക്കെ വരുമ്പം
പിന്നെ ഒരുപാട് നാടൻ ശൈലിയുള്ള പാട്ടുകൾ, ചില ഭജനകള്, അതുപോലെ ഷിജിലയ്ക്ക് അറിയുമെന്ന് എനിക്കറിയില്ല, നിങ്ങളുടെയൊക്കെ ഒരു കാലഘട്ടത്തിൽ ചില പക്ഷെ വായിച്ചിട്ടുണ്ടാവും. പിന്നെ നമ്മുടെ നാടൻ പാട്ടുകൾ വന്നേക്കുന്നത് അധ്വാനിക്കുന്ന ആൾക്കാരുടെ അവരുടെ ആ ഒരു സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട്, പിന്നെ പാടവരമ്പത്ത് ഞാറ്റുപാട്ടുകളും, അതുപോലെ തന്നെ കല്ലെടുക്കുമ്പോഴുള്ള ഭാരം ചുമക്കുമ്പോഴുള്ള പാട്ടുകളും, അതൊക്കെ എങ്ങനെയോ അതിനൊക്കെ ഒരുപാട് സംഗീതമുണ്ട്. ആ സംഗീതമൊക്കെ അന്ന് എൻ്റെ ഹൃദയത്തിലായിപ്പോയതാണ്. അപ്പോൾ ഇതിൻ്റെ അന്ന് സംഗീതം നമ്മൾ കേൾക്കുമ്പോൾ ഇതിൻ്റെ സംഗതികളൊന്നും നമുക്കറിയില്ല, പക്ഷെ അത് ഇഷ്ടമാണ്. അപ്പം അങ്ങനെ അന്ന് മുതലേ നമ്മുടെ പ്രിയപ്പെട്ട ഗായകർ പാടി വെച്ച പാട്ടുകൾ നമ്മളെ എന്നെ പോലുള്ള നാട്ടുപുറത്തുകാരികൾ ഒരുപാട് ആകർഷിച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങനൊരു കലാകാരൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ഇത് ഭയങ്കര ആരാധനയായിരുന്നു. സത്യത്തിൽ ചേട്ടനോട് ഭയങ്കര ആരാധനയാണ്. ഞാൻ ഇഷ്ടപ്പെടുന്ന പാട്ട് അത് പാടുന്ന പറയുന്നത് ഏറ്റവും ഭംഗിയായിട്ട് പാടുന്ന ഒരാളെ പിന്നെ കാണുമ്പോൾ അയാളോടുള്ള ഒരു ആരാധന, നമുക്കിപ്പോൾ ഇദ്ദേഹത്തിനെ സ്വന്താക്കാൻ പറ്റുമെന്ന് നമുക്കറിയില്ല, പക്ഷെ ആ ആരാധന മൂത്ത് അദ്ദേഹത്തെ ഞാൻ ഇഷ്ടപ്പെടാൻ തുടങ്ങി, സ്നേഹിക്കാൻ. തിരിച്ചിങ്ങോട്ടുള്ള ഒരു സ്നേഹം കിട്ടുമെന്ന് വിചാരിച്ചിരുന്നില്ല, പക്ഷെ എന്താണെങ്കിലും അതെനിക്കൊരു വലിയൊരു ഗോളാണ് കേട്ടോ. അങ്ങനെയാണ് ഞാനൊരു പാട്ടുകാരനെ സ്വന്തമാക്കിയത്. ചേച്ചി രംഗത്ത് പ്രവർത്തിച്ചിട്ട് എന്തെങ്കിലും എന്താ പറയാ കൈപ്പേറെ അനുഭവം വിഷമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? അത് ഷിജില തീർച്ചയായിട്ടും. കാര്യം എന്താന്ന് വെച്ചാൽ ഈ പൊതുജന ആരോഗ്യ രംഗം, പൊതുജനം എന്ന് പറഞ്ഞാൽ തന്നെ നമ്മള് പഴഞ്ചൊല്ലില് പലവിധം എന്ന് പറയുന്ന പോലെ അങ്ങനെ പലവിധത്തിലുള്ള ഒരു ഗ്രൂപ്പിന്റെ ഇടയിലേക്ക് നമ്മൾ ജോലി ചെയ്യാൻ പോകുമ്പോൾ അതിൻ്റെതായ ചെറിയ ചെറിയ കയ്പ് അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാലും കൂടുതലും നമുക്ക് നമ്മളെ ആ പൊതുജനങ്ങളെ നമ്മളെ അംഗീകരിച്ച് നമ്മൾ പറയുന്ന കാര്യങ്ങൾ, ആ പൊതുജനാരോഗ്യത്തിനുള്ള പ്രശ്നം എന്താ വെച്ചാൽ ആദ്യം പറഞ്ഞു നമ്മുടെ ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ പ്രതിരോധമാണ്. അപ്പം ഈ ഒരു പ്രിവെൻഷൻ്റെ ഭാഗമായിട്ട് നമ്മുടെ മെയിൻ റോൾ എന്താണെന്ന് വെച്ചാൽ ഹെൽത്ത് എഡ്യൂക്കേഷനാണ്, ആരോഗ്യ വിദ്യാഭ്യാസം. അപ്പം നമ്മൾ ഇപ്പം എവിടെയാണെന്നുണ്ടെങ്കിലും പൊതുജനത്തിന് താല്പര്യം അവന് എന്തെങ്കിലും വേഗം കിട്ടുക എന്നുള്ളതാണ്. നമ്മുടെ ഔട്ട്പുട്ടൊക്കെ ഉണ്ടാകുന്നത് നമ്മൾ കൊടുക്കുന്ന ആ ഒരു പിന്നെ ഹെൽത്ത് എഡ്യൂക്കേഷൻ അവരവരുടെ ജീവിതത്തിൽ അഡോപ്റ്റ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഗുണം അവർക്ക് പതുക്കെ കിട്ടുള്ളൂ. അപ്പം പൊതുജനത്തിനെ സംബന്ധിച്ച് നമ്മൾ ഈ ആരോഗ്യ പ്രവർത്തനവുമായിട്ട് അവരുടെ വീടുകളിലേക്കാണ് ചെയ്യുന്നത്. ആരോഗ്യ പ്രവർത്തനം അവരുടെ വീടുകളിലാണ് എത്തിക്കുന്നത്. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ അവിടെ പല വിധത്തിലുള്ള ആൾക്കാരുണ്ട്. അത് പറയുമ്പോൾ എടുത്തു പറയാണ്ടിരിക്കാൻ പറ്റാത്ത ഒരു കാര്യം, ഞാൻ മട്ടാഞ്ചേരി സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ അപ്പോൾ അവിടുത്തെ ആൾക്കാരെന്ന് വെച്ചാൽ കൂടുതലും പിന്നെ നമ്മുടെ ഇസ്ലാം മതവിശ്വാസികളുടെ സഹോദരങ്ങളാണ്. അപ്പോൾ അവരാണ് നമ്മളെ ഏറ്റവും കൂടുതലും സഹായിച്ചിരിക്കുന്നതും ഇന്നും അവരാണ് നമ്മുടെ ഒപ്പം നിൽക്കുന്നത്. അവിടുത്തെ ആ മേഖലയിൽ അങ്ങനത്തെ ഒരു വിഭാഗമാണ്. അപ്പോൾ അവരുടെ ഇടയിൽ വളരെ കുറച്ചൊരു ആൾക്കാർ നമ്മുടെ ചില പ്രവർത്തനങ്ങളിൽ അവർ പിന്തിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. അങ്ങനെ കുട്ടികളുടെ കുത്തിവയ്പ്പുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ആൾക്കാർ ഒരു ലൊക്കാലിറ്റിയിൽ കുറച്ച് ആൾക്കാർ അതിൽ നിന്ന് വേറിട്ട് നിന്നപ്പോൾ ഞങ്ങളന്ന് നമ്മൾ ആരോഗ്യ സേവനം വീടുകളിൽ എത്തിക്കുന്ന ആൾക്കാരാണ്. അപ്പം ഞങ്ങൾ നമ്മുടെ ഇസ്ലാം മത വിശ്വാസമുള്ള ഒരു സെറനായിട്ട് ഞങ്ങളുടെ പീഡിയാട്രീഷ്യൻ സർവായിട്ട് ഞങ്ങൾ ആ വീട്ടിലെത്തുന്നതാണ്. അദ്ദേഹത്തിന് അവിടുത്തെ ആ കുട്ടിയുടെ പേരൻറ്റിനോട് ഞങ്ങൾ സംസാരിക്കുന്നതാണ്. സാർ വന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ സാറ് ആദ്യം നമ്മുടെ ആ മതഗ്രന്ഥത്തിൽ തൊട്ട് സാറ് തുടങ്ങി സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ലാസ്റ്റിൽ പറഞ്ഞു വന്നപ്പം ആ കുട്ടിയുടെ പേരൻറ്റ് സാറിനെ അടിക്കാൻ കസേര എടുത്തു. അപ്പം അതൊക്കെയെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതം നമ്മൾ ഷോക്കായിപ്പോയി. അപ്പം ശരിക്കും പറയാൻ നമ്മൾ അവരോട് സമീപിക്കേണ്ട ഒരു മതാധിഷ്ഠിതമായിട്ടല്ല അവരത് പിന്തിരിഞ്ഞിരിക്കുന്നത്. അവർക്ക് വേറെ എന്തൊക്കെയോ കാരണങ്ങളാണ്. അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഒരുപാടുണ്ട്. പൊതുജനാരോഗ്യ രംഗത്ത് വന്ന മാറ്റങ്ങൾ എന്താണെന്ന് വെച്ചാൽ അപ്പം ഈ 33 വർഷം എന്ന് പറയുമ്പോഴേക്കും നമ്മൾ പുറകിലേക്ക് പോകുമ്പോൾ പൊതുജനാരോഗ്യ രംഗത്ത് എന്നല്ല നമ്മുടെ ആരോഗ്യ സംവിധാനത്തിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഇപ്പം നമുക്കറിയാം. നമ്മുടെ സർക്കാരിൻ്റെ പല പുതിയ പദ്ധതികൾ, അത് കേന്ദ്ര സർക്കാരിൻ്റെ ആകട്ടെ കേരള സർക്കാരിൻ്റെ ആയിട്ട് ഒരുപാട് പദ്ധതികൾ, പുതിയ പദ്ധതികൾ വന്നിരിക്കുന്നു. നമുക്ക് ചുറ്റും ഹോസ്പിറ്റലുണ്ട്, അങ്ങനെ ആരോഗ്യ സ്ഥാപനങ്ങൾ കൂടി, സർവീസുകൾ കൂടി. അപ്പം ഇതൊക്കെ കുറഞ്ഞൊരു കാലഘട്ടത്തിലാണ് ഞാൻ 33 വർഷം എന്ന് പറയുമ്പോഴേക്കും അതൊരു നീണ്ട പിന്നോട്ടുള്ള പോക്കാണ്. ആ സമയത്ത് ഞാൻ
സർവീസിൽ ജോയിൻ ചെയ്യുന്നത് ഈ വരാപ്പുഴ എന്ന് പറയുന്ന സ്ഥലമില്ലേ, ആ വരാപ്പുഴ ആശുപത്രി ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ അന്നത് വരാപ്പുഴ എന്നും ദ്വീപാണ്, എങ്കിലും ദ്വീപുകളെ ബന്ധിപ്പിക്കാൻ ഒരുപാട് ഗതാഗത സൗകര്യങ്ങളുണ്ട്. അന്ന് ഞാൻ ഫസ്റ്റ് ജോയിൻ ചെയ്യാൻ പോകുന്നത് ശരിക്കും ഒറ്റപ്പെട്ട ഒരു ദ്വീപിലേക്കായിരുന്നു. ഞാൻ ഇന്നൊരു വഞ്ചിയിൽ ഒരു ബോട്ട് പിടിച്ച്, നമ്മുടെ അന്നത്തെ സ്ഥലങ്ങളൊന്നും എനിക്കറിയില്ല, എറണാകുളത്ത് നിന്നൊരു ബോട്ട് പിടിച്ച് എത്തുന്നു. പിന്നെ അവിടെ നിന്നൊരു വഞ്ചിക്കാണ് എൻ്റെ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നത്. അപ്പോൾ അവിടെ ആ ഒരു ലൊക്കാലിറ്റി ടൗണിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന വലിയ ആരോഗ്യ സംവിധാനം, അവിടുത്തെ ഏറ്റവും വലിയ ആരോഗ്യ സംവിധാനം എന്ന് പറഞ്ഞാൽ വരാപ്പുഴ ആശുപത്രിയാണ്. അപ്പം അവിടുത്തെ ആ സംവിധാനങ്ങളിൽ മാത്രം ആശ്രയിക്കുന്ന ഒരു കൂട്ടം പാവപ്പെട്ട ജനങ്ങളായിരുന്നു അന്ന് വരാപ്പുഴയുണ്ടായിരുന്നത്. ഇന്നിപ്പോൾ നോക്കൂ, നമുക്ക് എടപ്പള്ളി എന്ന് പറയുന്ന വലിയ എടപ്പള്ളിയുടെ ഹൃദയഭാഗത്താണ് ഇപ്പോൾ വരാപ്പുഴ എന്ന് പറയുന്നത്. അപ്പം അത്രയും മാറ്റങ്ങൾ നമുക്ക് സാമൂഹികമായിട്ട് ഒരുപാട് വികസനമൊക്കെ വന്നിട്ടുണ്ട്. പൊതുജനാരോഗ്യ രംഗം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ശരിക്കും നമുക്കറിയാം, ലോക ആരോഗ്യ നിലവാരത്തിൽ നമ്മുടെ കേരളം ഇന്ന് ഇന്ത്യയുടെ നെറുകയിലാണ്. ഇനി ലോകത്തിൻ്റെ നെറുകയിൽ പോയി നമ്മൾ കൊടി നാട്ടിയിരിക്കുന്നത്. നമ്മുടെ ഏറ്റവും വലിയ ആരോഗ്യ രംഗത്തെ ഒരു വലിയ ഗോള് നേടി നിൽക്കുന്ന ഒരു രാഷ്ട്രമാണ് ഇന്ത്യ. അപ്പം ആ ഇന്ത്യയെ ഇവിടെ എത്തിക്കാൻ നമ്മുടെ ഇപ്പം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനാണ് ആരൊക്കെയാണ് ഇവിടുത്തെ ഉന്നതർ, ആരൊക്കെയാണ് താഴെ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ അതിനവർക്ക് കുറേ ക്രൈറ്റീരിയാസ് ഉണ്ട്. അപ്പം അതിൻ്റെ സൂചികയായിട്ട് ഒരു ലോകത്തിൻ്റെ വികസനത്തിൻ്റെ സൂചിക എന്ന് പറഞ്ഞാൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ കോൺസെപ്റ്റ് ആ നാട്ടിലെ സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും ആരോഗ്യം തന്നെയാണ്. അങ്ങനെ നോക്കുമ്പം നമ്മുടെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഈ ഒരു അടിസ്ഥാനമാക്കി നോക്കുമ്പോൾ കുറച്ച് തുലവും താഴെയാണ് പല കാര്യങ്ങളും. പക്ഷെ ഈ കേരളത്തിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമ്മുടെ ആരോഗ്യത്തിൻ്റെ സൂചിക വളരെ വളരെ മുകളിലാണ്. അപ്പം ആ ആരോഗ്യ സൂചിക വെച്ച് നോക്കുമ്പോൾ നമ്മൾ പിന്നോക്കം പോകുമ്പോൾ ആ സൂചികകളൊക്കെ അന്ന് താഴെയാണ് നിന്നിരുന്നത്. മാതൃശിശു സംരക്ഷണത്തിന് ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നു. കേന്ദ്ര സർക്കാരിൻ്റെ സഹായത്തോടുകൂടി ഒരുപാട് പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കുക. അത് 100% വിജയത്തിലെത്തിക്കാൻ നമ്മുടെ സർക്കാരിനും അതിനോട് ചേർന്ന് നിൽക്കുന്ന ഞങ്ങളെപ്പോലുള്ള ജീവനക്കാർക്കും സാധിച്ചു എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമാണ്. അപ്പം ആ ഒരു മാറ്റം ഭയങ്കരമാണ്. പണ്ട് അവർ വരാപ്പുഴ ആശുപത്രിനെ മാത്രം ആശ്രയിച്ചിരുന്നെങ്കിൽ ഇന്ന് അത് ഒരു മെട്രോപൊളിറ്റൻ സിറ്റിയുടെ ഭാഗമായിട്ട് നമ്മുടെ എല്ലാ വികസനത്തിൽ എന്ന പോലെ ആരോഗ്യരംഗത്ത് ഒരുപാട് മാറ്റങ്ങൾ വന്നു. അപ്പം അതുകൊണ്ട് അത് നമ്മൾ ഒരുപാട് മാറിയിരിക്കുന്നു. അത് ഒരു ക്രൈറ്റീരിയ വെച്ച് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എന്താണെങ്കിലും സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും ആരോഗ്യമായിട്ട് നമ്മൾ മുന്നിലെത്തിയിരിക്കുന്നു. കാരണം അതിൻ്റെ ഒരു ക്രൈറ്റീരിയ ഞാനിപ്പോൾ ഷിജേന് പറഞ്ഞുതരാം. അമ്മയുടെ മരണനിരക്ക്, മാതൃമരണനിരക്ക് ഒരുപാട് കുറവാണ്. പക്ഷെ നമ്മൾ 2 ഡിജിറ്റിൽ താഴെയാണ് നമ്മുടെ മാതൃമരണം എന്ന് പറയുന്നത്. അതായത് 10,000 അമ്മമാർ പ്രസവിക്കുമ്പോൾ അതിൽ വളരെ കുറച്ച് 10ൽ താഴെ ഉള്ളൂ കേരളത്തിലെ മരണനിരക്ക്. അതുപോലെ കുഞ്ഞുങ്ങൾ 1000 ലൈവ് ബർത്ത്, 1000 ശിശുക്കൾ, നവജാത ശിശുക്കൾ ജനിക്കുമ്പോൾ നമ്മൾ കേരളത്തിലെ അവസ്ഥ എന്ന് വെച്ചാൽ 10ൽ താഴെയാണ്. അതൊക്കെ ഭയങ്കര അച്ചീവ്മെന്റ് ആണ് നമുക്കുള്ളത്. അതാണ് വന്ന മാറ്റങ്ങൾ. കോവിഡ് കാലത്ത് വാക്സിനേഷൻ എടുക്കാൻ വേണ്ടി ചേച്ചി എല്ലാവരെയും, എൻ്റെ ഭർത്താവ് സാജമളത്തിനെയും ചേട്ടനെയും പ്രതിവേട്ടനെയും പിന്നെ അഫ്സലിനെയും എല്ലാവരെയും ചാക്കിട്ട് പിടിച്ച് പറയണമെന്ന് കേട്ടല്ലോ. അതെന്താണ്? ശരിയാ. ഒരു കാര്യം ഉണ്ട് ഷിജില, സാഹചര്യമൊന്നും ശരിക്കും ചാക്കിട്ട് പിടിക്കേണ്ടി വന്നില്ല. എന്ന് വെച്ചാല് അവര് ചെയ്യുന്ന ആ ഒരു പ്രവൃത്തി തന്നെ സാമൂഹ്യ പ്രതിബദ്ധത ഒരുപാടുണ്ട്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിനെ വിളിച്ചപ്പോ തന്നെ അദ്ദേഹം എന്റെ പുറകിൽ പോവായിരുന്നു ചെയ്തത്. അതുകൊണ്ടാണ് അദ്ദേഹം ആദ്യം എനിക്ക് ഷെജിലിനോടും കൂടി താങ്ക്സ് പറയുന്നത്. കാരണം വീട്ടിൽ നിന്നാണല്ലോ പറഞ്ഞു വിടുന്ന എന്ത് വിശ്വാസത്തിന്റെ പേരിൽ എന്നെ മാത്രം വിശ്വസിച്ച് വിട്ടതാണല്ലോ. അപ്പൊ എന്താണെങ്കിലും നമ്മുടെ സംവിധാനം വളരെ നല്ലതായിരുന്നു. പിന്നെ എന്റെ കെട്ടിയനെ വിളിച്ചാൽ വരണമല്ലോ, അല്ലെ വീട്ടിൽ കലക്കുണ്ടാവുമല്ലോ. അപ്പൊ അദ്ദേഹം എന്റെ കൂടെ ഒരു കുഞ്ഞാടിനെ പോലെ വന്നു. പിന്നെ അഫ്സല് ആ കുട്ടിക്ക് എന്നെ ഭയങ്കര വിശ്വാസം ഉള്ളതുകൊണ്ട് ഒരു സഹോദര തുല്യനും കൂടെ ആയതുകൊണ്ട് ഇനി
അത് സമ്മതിക്കണം കേട്ടോ. അദ്ദേഹം പിന്നെ ഞാൻ വിളിച്ചപ്പോൾ തന്നെ അദ്ദേഹവും വളരെ വിശ്വാസത്തോടു കൂടി, നമ്മുടെ സംവിധാനത്തിലുള്ള വിശ്വാസമാണ്, പിന്നെ എന്നുള്ള ഒരു താല്പര്യമുണ്ട് അദ്ദേഹത്തോട്. അതിനൊക്കെ ശരിക്കും പറഞ്ഞാൽ അതിനുശേഷം ഇവരൊക്കെ എന്നോട് താങ്ക്സ് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇവർക്കൊക്കെ എപ്പോഴും മാർക്കറ്റിൽ പോണ പോലെയാണല്ലോ ഈ പ്രദീപ് പള്ളുരുത്തിയും സാജൻ പള്ളുരുത്തിയും അഫ്സലും ഒക്കെ ഓടി ഗൾഫിലേക്ക് മറ്റേ ഫോറിൻ കൺട്രീസിലേക്ക് പോകണം. അപ്പൊ അവിടെയൊക്കെ ഈ വാക്സിനേഷൻ പിന്നീട് ഇത് അവൈലബിലിറ്റി കുറഞ്ഞപ്പം ഇവരൊക്കെ എന്ത് ചെയ്യുന്ന വെച്ചാല് ഇവർക്കൊക്കെ സർട്ടിഫിക്കറ്റ് ഉണ്ട്. അപ്പൊ അത് ഞാൻ എന്നിലൂടെ ആയതുകൊണ്ട് ശരിക്കും അവർക്ക് എന്നോട് വലിയൊരു സ്നേഹവും സന്തോഷവും ഒക്കെ പിന്നീട് തോന്നി. ഹാപ്പിയാണ്. ഇപ്പൊ ഈ കിട്ടിയ അവാർഡ് കുറച്ച് നേരത്തെ കിട്ടുമോ എന്ന് തോന്നിയായിരുന്നു ചേച്ചിക്ക്? അല്ല, അത് തോന്നിയിട്ട് കാര്യമില്ല ശുചില. ഓരോന്നിനും ഓരോ സമയം അത്രേ ഉള്ളൂ. അതിന് വരാൻ എന്നെ പിന്നെ വൈകി കിട്ടിയതുകൊണ്ട് അതിന്റെ മേന്മ കൂടും എന്നാണ് എന്റെ ഒരു വിശ്വാസം. എന്താണെങ്കിലും ലഭിച്ചതിൽ സന്തോഷം. ചേച്ചി പാട്ട് പാടുവോ? ഞാൻ പാട്ടെന്നല്ല, ഞാൻ ഒരു കലകളിലും പ്രാവീണ്യം എന്നല്ല, ഒരു കലകളിലും എനിക്ക് അറിവില്ലാത്ത ആളാണ്. പക്ഷെ ഇതെല്ലാം എനിക്ക് ഇഷ്ടമാണ്. പാട്ടെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ എനിക്ക് കലാരംഗത്തുള്ളവരെയും പാട്ടുകാരെയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടവും സ്നേഹവും അതുപോലെ ഭയങ്കര ബഹുമാനമാണ്. അതാണല്ലോ പ്രദീപത്തിനെ തേടിയെത്തിയത്. ചേച്ചി പുതിയതായിട്ട് ഈ ഫീൽഡിലേക്ക് വരുന്ന കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഉപദേശം എന്താണെന്ന് വെച്ചാൽ? അത് ഉപദേശമായിട്ട് അല്ല, എങ്കിലും നമ്മുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുന്നത്, നമ്മളിപ്പം എനിക്കിങ്ങനൊരു പിന്നെ അവാർഡ് ലഭിക്കാൻ കാര്യം നമ്മൾ കൂടുതൽ കാര്യമൊന്നും ചെയ്യണ്ട. നമ്മുടെ പിൻഗാമികൾ, നമ്മുടെ മുന്നേ നടന്ന ആൾക്കാർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ആ ചെയ്തു വെച്ച കാര്യങ്ങളെ കുറച്ച് പൂർണ്ണതയിൽ അത് പിന്തുടർന്നാൽ മാത്രം മതി. അതൊന്ന് ഫുൾഫില്ല് ചെയ്യാൻ നമ്മളാലാകുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അപ്പം കുറേ കാര്യങ്ങൾ നമ്മൾ തേടിയെത്തും. അത്രയാണ് എനിക്ക് അവരോട് പറയാനുള്ളത്. അഷിജി, ഒരു സന്തോഷ വാർത്തമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ചെണ്ട എന്ന് പറയുന്ന സീരിയലിന്റെ ഷൂട്ടിങ്ങിന്റെ ഇടയിൽ നിന്നല്ലേ മോള് വന്നത്. അപ്പൊ എന്തോ എന്നോട് പ്ലേ ബട്ടണോ അങ്ങനെ അത് ഒരു 1 lakh സബ്സ്ക്രൈബ് ആകുമ്പോൾ നമുക്ക് കിട്ടുന്ന അതാണ് യൂട്യൂബുകാർ തരുന്നതാണ് പ്ലേ ബട്ടൺ. അതിന്റെ ഒരു ആഘോഷമായിരുന്നു ഇന്ന്. അവിടെ ചെണ്ട ഷൂട്ടായിരുന്നു. ആ സമയത്തായിരുന്നു നമ്മളെല്ലാരും കൂടെ ആഘോഷിച്ച് എല്ലാരും കൂടെ അടിച്ചു പൊളിച്ച്. അവിടെ നിന്നാണ് ഞാനിപ്പോ പൈസ ഒക്കെ പിടിച്ച് ചേച്ചിനെ കാണാനപ്പോ ഓടി വന്നതാ ഞാൻ. അപ്പൊ അതിനെന്താണെങ്കിലും അനുവദിച്ച എന്റെ പ്രിയപ്പെട്ട അനിയൻ സാജൻ പള്ളുരുത്തിക്ക് ഒരു പ്രത്യേക താങ്ക്സ് ഉണ്ട്. ക്രൂവിനും. കാരണം ഞങ്ങൾ സ്ഥിരം വ്യൂവേഴ്സ് ആണ് ഈ ചെണ്ട എന്ന് പറയുന്ന സീരിയലിന്റെ. അതിനൊന്നിനൊന്ന് മുന്നിലേക്ക് എത്തട്ടെ. ഒരുപാട് ആശംസയുണ്ട്. എത്തിയതിന് പ്രത്യേകിച്ച് സ്നേഹം. ഓക്കെ ചേച്ചി, താങ്ക് യു ചേച്ചി.